സോ സെക്കൻഡ് ഡേ ഓഫ് ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ ഒരുപാട് മൂവീസ് കണ്ടായിരുന്നു. അതിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ട് മാറിയ മൂവിയാണ് 2023 റിലീസായ സെമൽവൈസ്. ഇതൊരു ട്രൂ ഇവന്റ്സിനെ ഇൻസ്പയർ ചെയ്ത ഒരു മൂവിയാണ്. ഒരു ബയോപിക് എന്ന് വേണമെങ്കിൽ പറയാം. ഫാദർ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ, അല്ലെങ്കിൽ ഫാദർ ഓഫ് ഹാൻഡ് ഹൈജീൻ, അല്ലെങ്കിൽ സേവിയർ ഓഫ് മദേഴ്സ്. സോ ഇങ്ങനത്തെ ഒരുപാട് ടൈറ്റിൽസിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ ആയിരുന്നു സെമൽവൈസ്. സോ ആ ഒരു ഡോക്ടറുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഇവന്റ്, സോ ആ ഒരു ഇവന്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവി സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബയോപിക്, അല്ലെങ്കിൽ ആ ഒരു ഡോക്ടറുടെ ലൈഫിൽ അയാൾ ചെയ്ത ഏറ്റവും വലിയ റീസർച്ചും. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ സംസാരിച്ചു പോകുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് 19th സെഞ്ചുറിയിൽ ഹംഗറിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് കാലമായിട്ട് ഒരുപാട് ലേഡീസ് അവരുടെ ഡെലിവറിക്ക് ശേഷം മരിച്ചു പോകുന്നുണ്ട്, ഒരു ഫീവർ വന്നിട്ട്. അതിന്റെ റീസൺ എന്താണെന്നോ, അല്ലെങ്കിൽ അത് എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം, അത് എങ്ങനെ സോൾവ് ചെയ്യാം, ആർക്കും ഒരു ഐഡിയ ഇല്ല. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ ടേക്ക് കെയർ ചെയ്യുന്നതാണ് സെമൽവൈസ് എന്ന ഡോക്ടറുടെ ഒരു ഡ്യൂട്ടി. സോ അയാൾ ഇതിന് ശേഷം എന്തൊക്കെ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുന്നത്. ഒരു പാൻഡമിക് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. കാരണം ഈ ഒരു ഹോസ്പിറ്റലിൽ മാത്രം ഡെലിവറി കഴിഞ്ഞ ഒരു 2 ദിവസത്തിൻ്റെ അകത്തൊരു വലിയൊരു ഫീവർ ഒന്ന് മരിക്കുകയാണ്. സോ ഇങ്ങനത്തെ ഒരു വലിയൊരു സിറ്റുവേഷനിൽ നിന്നിട്ട് പോലും അവിടുത്തെ സീനിയർ ഡോക്ടേഴ്സിനൊന്നും ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അവർ ഈ ഒരു സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ പോലും അല്ലായിരുന്നു. ഒരു ടൈം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡെത്ത് റേറ്റ്സ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഡെലിവറി കഴിയുന്നവരെല്ലാം ഒരു ഫീവർ ഒന്ന് മരിക്കുന്നു. ആദ്യം ഒരു വിചാരിച്ചിരുന്ന ഓരോ പേഷ്യൻസ് ഉണ്ടാവുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ അവരുടെ കുഴപ്പമാണ്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് അതുകൊണ്ടൊന്നും അല്ല, വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരു വലിയൊരു പാൻഡമിക് ആയിട്ട് മാറിയപ്പോഴാണ് അവർ തന്നെ മനസ്സിലാക്കിയത്. സോ അങ്ങനത്തെ ഒരു ടൈമിൽ, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലാണ് ഈ സെമൽവൈസ് എന്ന ഡോക്ടർ ഇതിലോട്ട് വരുന്നതും, അല്ലെങ്കിൽ ആ ഒരു ഡോക്ടർ ഫേസ് ചെയ്ത പ്രോബ്ലംസും സിറ്റുവേഷൻസ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്ന ഈ ഒരു റീസർച്ചിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പാൻഡമിക് സോൾവ് ചെയ്യാനായിട്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ ഒരു സ്റ്റോറി പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ലോ പീസ് ആണ്. കാരണം ഈ ഒരു പാൻഡമിക്കും ഹോസ്പിറ്റലും പേഷ്യൻസും ഇപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും അവിടുത്തെ ഇമോഷൻസും ക്യാരക്ടേഴ്സിനൊക്കെ കാണിച്ചു പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടൊന്നുമല്ല സിനിമ പോകുന്നത്. എൻഗേജിംഗ് ആയിട്ടുള്ള ഒരുപാട് പോർഷൻസ് ഉണ്ടെങ്കിലും ആ ഒരു മെജോറിറ്റി ഓഫ് ദ മൂവിയിൽ ഈ ഓരോ കാര്യങ്ങളും സീൻ ബൈ സീൻ പറയുമ്പോൾ ഭയങ്കര സ്ലോ പീസ് ആയിട്ട് ടൈം എടുത്താൽ പറയുന്നത്. പക്ഷെ ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഭയങ്കര ബോറടി അങ്ങനെയൊന്നുമില്ല. ഓരോ സീൻ കഴിയും തോറും ഈ ഒരു ആകാംക്ഷ ഇങ്ങനെ കൂടിയാണ് വരുന്നത്. ആ ഒരു രീതിക്കാണ് ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് ടു ദ എൻഡ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മൂവിയുടെ എൻ്റെ എക്സിക്യൂഷൻ തന്നെയാണ്. ഓരോ സീക്വൻസും നല്ല അടിപൊളിയായിട്ടാണ് അവർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സ്ലോ പീസ് ആണ്, പക്ഷേ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. പക്ഷെ ആ ഓരോ സീക്വൻസിന്റെയും ഒരു എക്സിക്യൂഷൻ ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ കാണും തോറും ഓരോ സീൻ കഴിയും തോറും ആ ഒരു എൻഗേജ് ഫീൽ ഇങ്ങനെ കൂടി തന്നെ വരുന്നുണ്ട്. ആ ഒരു സ്ലോ പീസ് ആണെങ്കിൽ പോലും ആ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ്, അല്ലെങ്കിൽ സിനിമ സംസാരിക്കുന്ന ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ആ ഒരു എൻറ്റയർ സിനിമ വേറൊരു ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. എസ്പെഷ്യലി ആ ഒരു മൂവിയുടെ ഒരു അവസാനത്തെ ഒരു 30 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. അതിന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ക്യാരക്ടർ പ്രസന്റേഷൻ. അടിപൊളിയായിരുന്നു. ഈ ഒരു സിനിമയിൽ വരുന്ന 2 ലീഡ് ക്യാരക്ടേഴ്സ് രണ്ടുപേരും അടിപൊളിയായിട്ട് അവരുടെ ക്യാരക്ടേഴ്സിനെ അവർ പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ 2 ക്യാരക്ടേഴ്സാണ് ഈ ഒരു മൂവിനെ ട്രാക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.